ഉള്ള ഉള്ള ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അധ്വാനത്തിനനുസരിച്ച് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. അതായത് ഈ സ്വകാര്യവൽക്കരണം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് പബ്ലിക് ആക്കുക എന്നുള്ളതാണ്, പ്രോപ്പർട്ടി പബ്ലിക് ആക്കുക എന്നുള്ളതാണ്. അത് എത്രമാത്രം അസമത്വം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത് സംശയമില്ല. ഈ സോഷ്യലിസത്തിന്റെ വിമർശനങ്ങൾ പറയുന്നിടത്ത് തന്നെ ചെഗുവേരയെ എടുത്താൽ അദ്ദേഹമാണെന്നും നമ്മുടെ രാജ്യത്ത് പോലും കമ്മ്യൂണിസ്റ്റ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീകം. അപ്പൊ അദ്ദേഹമായിരിക്കണം ഏറ്റവും വലിയ സോഷ്യലിസ്റ്റും അതിൽ നിന്ന് പിന്നീട് വലിയ കമ്മ്യൂണിസ്റ്റും ഒക്കെ ആയി മാറിയത്. പക്ഷെ അദ്ദേഹം മദ്യപാനിയായിരുന്നു, എല്ലാവർക്കും അറിയാം. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്. അതൊന്നും രഹസ്യമായിട്ടുള്ള കാര്യം, അവരുടെ ഒരു സംസ്കാരത്തിന്റെ കൂടെ ഭാഗമായിരുന്നുകൊണ്ട് അത് പ്രത്യേകിച്ച് മറച്ച വെക്കപ്പെട്ടൊരു കാര്യമല്ല. മറ്റു പല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായിട്ടൊക്കെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം KT ജലീൽ MLA എഴുതിയ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ബഹുമാന്യായ മുഖ്യമന്ത്രി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സോഷ്യലിസ്റ്റാണ് എന്നുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. പുസ്തകവും അതോടനുബന്ധിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വളരെ സജീവമാണ്. ഈ ഒരു വിഷയം ആദ്യം ചർച്ചക്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട അമീദ് മാഷ്, യഥാർത്ഥത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സോഷ്യലിസ്റ്റ് ആണോ? ലോകത്ത് ഒരുപാട് കാലം ഓടിയ ഒരാശയമാണ് ഈ ലിബറേഷൻ തിയോളജി. ഇത് കമ്മ്യൂണിസവുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന ചില ക്രിസ്തീയ പുരോഹിതന്മാർ, അല്ലെങ്കിൽ ആ ആശയത്തെ കൂടെ ഉൾക്കൊണ്ട പലരും ക്രിസ്തു മതത്തെ ഈ കമ്മ്യൂണിസവുമായിട്ട് സമീകരിക്കാൻ ശ്രമിക്കുകയും ക്രിസ്തുവിൻ്റെ ഏതൊരു സോഷ്യലിസ്റ്റ് പാതയായിരുന്നു എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിലടക്കം ഇപ്പോൾ സെബാസ്റ്റ്യൻ കാപ്പനെ പോലുള്ള ഫാദർമാരൊക്കെ കേരളത്തിലടക്കം ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അതിനൊക്കെ കുറച്ച് കാലത്തേക്കൊക്കെ ഒരു വേരുണ്ടായിരുന്നു. നമ്മൾ വിവേകാനന്ദൻ വലിയ കമ്മ്യൂണിസ്റ്റാണെന്ന് മറ്റൊരു NE ബാലറാമോ അങ്ങനെ ആരോ അതിനെക്കുറിച്ച് എഴുതിയിട്ട് തന്നെയുണ്ട്. ഈ അമേരിക്കയിൽ ബ്ലാക്ക് മുസ്ലിംസിനിടയിൽ ഒരു ബ്ലാക്ക് ഇസ്ലാം വന്നിരുന്നു. അതായത് ഗോഡ് ഈസ് ബ്ലാക്ക് അല്ലെങ്കിൽ അള്ളാഹ് ഈസ് ബ്ലാക്ക് എന്ന രീതിയിൽ ഒക്കെ പ്രചരിപ്പിച്ച ഇവർ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇസ്ലാമിക് ഫെമിനിസം എന്ന രീതിയിൽ പലരും കൊണ്ടാടുന്ന പലതുമുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഫെമിനിസ്റ്റ് റീഡിങ് എന്ന രൂപത്തിൽ പലതും കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഒരർത്ഥത്തിൽ ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കാതെ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീവനാഡി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സത്ത എന്ന് പറയാവുന്ന ഒരാശയം ഉണ്ടാവും. ഈ ആശയത്തെ ഉൾക്കൊള്ളാതെ അത് പറഞ്ഞു വെച്ച പല കാര്യങ്ങളെയും എടുത്തുകൊണ്ട് അവയിൽ നിന്ന് ഒരു തിയറി രൂപീകരിക്കുന്ന പ്രക്രിയയാണ്. ഇതാണിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. സോഷ്യലിസം എന്നത് കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ടേമാണ്. ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ നെഹ്റു സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ പിൽക്കാലത്ത് സോഷ്യലിസ്റ്റ് കോൺഗ്രസ് രൂപപ്പെട്ടു. അതിൽ നിന്നാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഉണ്ടാവുന്നത്. ആ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ സോഷ്യലിസത്തെ ഒരു സാമൂഹിക നീതിയുടെ ഒരു ഉപകരണം എന്ന രീതിയിൽ, അങ്ങനത്തെ ഒരു ആശയം എന്ന നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്ത ആളുകളുണ്ടാവും. പക്ഷെ നമ്മുടെ മുൻപിലുള്ള ചോദ്യം, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ ഇത് പറയുമ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കേവലം ഒരു രാഷ്ട്രീയക്കാരന് സംഭവിക്കാവുന്ന ഒരു അബദ്ധം എന്ന രീതിയിലോ വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. പക്ഷേ എങ്കിൽ പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് അല്പം പ്രയാസമുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന ചില അല്പമല്ല ഗൗരവമേറിയ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഒന്നാമത് എന്താ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ, ഒരു ഐഡിയൽ സോഷ്യലിസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്, അതാദ്യം വിശദീകരിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല അത് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണോ, ഒരു സോഷ്യൽ ഫിലോസഫിയാണോ, അതോ ഒരു എക്കണോമിക്കൽ ഫിലോസഫിയാണ്, എന്തിനെയാണത് മുന്നോട്ട് വയ്ക്കുന്നത്? ഇതിൻ്റെ എല്ലാം വക്താവായിരുന്നു പ്രവാചകൻ എന്നാണോ പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാചകൻ ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞു വെച്ചു എന്നും കൂടെയായി. രണ്ടാമത്തൊരു ചോദ്യമുണ്ട്, എന്താ വെച്ചാൽ ആരാണ് ഒരു ഐഡിയൽ സോഷ്യലിസ്റ്റ്? ഇവിടെയാണ് ഇപ്പോൾ ഈ കമ്പാരിസൺ വരുന്നത്. അപ്പോൾ ഇവിടെ ചെഗുവേരയെ എടുത്താൽ അദ്ദേഹമാണെന്നും നമ്മുടെ രാജ്യത്ത് പോലും കമ്മ്യൂണിസ്റ്റ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീകം. അപ്പോൾ അദ്ദേഹമായിരിക്കണം ഏറ്റവും വലിയ സോഷ്യലിസ്റ്റും അതിൽ നിന്ന് പിന്നീട് വലിയ കമ്മ്യൂണിസ്റ്റും ഒക്കെ ആയി മാറിയത്.
പക്ഷേ അദ്ദേഹം മദ്യപാനിയായിരുന്നു, എല്ലാവർക്കും അറിയാം. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്. അതൊന്നും രഹസ്യമായിട്ടില്ല, കാരണം അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമായിരുന്നുകൊണ്ട് അത് പ്രത്യേകിച്ച് മറച്ച് വെക്കപ്പെട്ടൊരു കാര്യമല്ല. മറ്റ് പല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായിട്ടൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഈ ഒരു സോഷ്യലിസ്റ്റ്, ഏറ്റവും ഉന്നതമായ ചെഗുവേരയുടെ സോഷ്യലിസ്റ്റ് മാതൃകയിൽ നിന്ന് ഈ പ്രവാചക മാതൃകയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അന്തരല്ലേ, ഇതിനെങ്ങനെയാണ് കൂട്ടി വായിക്കാൻ പറ്റുക? ഇനി ബാക്കി ആരെടുത്താലും, സ്റ്റാലിനെടുത്താലും ലെനിനെടുത്താലും മാർക്സിനെടുത്താലും മാവോയെ എടുത്താലും ഈ പറയുന്ന ഐഡിയൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും വലിയ നേതാക്കളെ എല്ലാം എടുത്താൽ ഈ നേതാക്കളുമായിട്ടൊന്നും ഒരു നിലയിലും തുലനം ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഔന്നത്യമുള്ള പ്രവാചകനെ എങ്ങനെയാണ് ഒരു സോഷ്യലിസ്റ്റായിട്ട് വിളിക്കുന്നത്? അപ്പോൾ അവിടെ ഒരു ന്യൂനീകരണം നടന്നു. ഒരു പക്ഷേ എന്താ വെച്ചാൽ മഹത്വവൽക്കരിക്കാൻ പറഞ്ഞതായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ മഹത്വവൽക്കരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടത് ഇതിൻ്റെ വിവക്ഷകളാണ്, ഒരു പദത്തിൻ്റെ വിവക്ഷകളാണ്, അതിൻ്റെ വ്യാഖ്യാന സാധ്യതകളാണ്. ഇവിടെ ഈ വ്യാഖ്യാന സാധ്യതകളിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് മുസ്ലിമിനെ ഹേർട്ട് ചെയ്യുന്ന കമൻ്റാണെന്നാണ് ഞാൻ പറയാം. കാരണം മുസ്ലിങ്ങൾ എങ്ങനെയാണ് പ്രവാചകനെ ഉൾക്കൊള്ളുന്നത്? പ്രവാചകനായിട്ടാണ്, അള്ളാഹുവിൻ്റെ ദൂതനായിട്ടാണ് ഉൾക്കൊള്ളുന്നത്. ഒരു ദൂതനെ വെറുതെ തിരഞ്ഞെടുക്കുന്നതല്ല, മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യർക്കിടയിൽ മഹോന്നതനായ അല്ലെങ്കിൽ ഔന്നത്യം കൊണ്ട്, സ്വഭാവത്തിൻ്റെ മഹിമ കൊണ്ട് അള്ളാഹു തന്നെയും തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഖുർആൻ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഖുലുഖുൽ അലീം എന്നാണ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിൻ്റെ ഉടമ, ഏറ്റവും നല്ല മാതൃക. അപ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സമ്പൂർണമായി മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ് പ്രവാചകനെ നമ്മൾ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ കാണുന്നത്. അങ്ങനെ ഒരു മാതൃകയായിട്ട് കാണിക്കാവുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ്, ഏതെങ്കിലും ഒരു സോഷ്യലിസ്റ്റ് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ. ശരി, മക്കളെ നിങ്ങൾ ഇന്ന ആളെ പോലെ ജീവിച്ചാൽ മതി എന്ന് പറയാവുന്ന, നമ്മൾ മുസ്ലിങ്ങൾ വളരെ അഭിമാനത്തോടെ ധൈര്യത്തോടെ പറയുന്നൊരു കാര്യം പ്രവാചകനെ പോലെ ജീവിക്കണം എന്നാണ്, പ്രവാചകൻ്റെ മാതൃക പിൻപറ്റണം എന്നാണ്. അപ്പോൾ അത് ഈ ഒരു തുലനം ഒരു നിലയ്ക്കും തുല്യവുമല്ല, ന്യായീകരിക്കാൻ പറ്റുന്നതുമല്ല. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഇകഴ്ത്തി കാണിക്കലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായി വെച്ചാൽ ഒരു അപകീർത്തികരമായ താരതമ്യമായിട്ട് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. രണ്ടെന്താ വെച്ചാൽ സോഷ്യലിസത്തിൻ്റെയൊക്കെ ചില സങ്കല്പങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക നീതി, അതുപോലെ തൊഴിലാളി വർഗ സർവാധിപത്യം, സ്വകാര്യ സ്വത്ത്, ഈ ആശയങ്ങളോടൊന്നും ഇസ്ലാമിന് ഒരർത്ഥത്തിലും സന്ധി ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ സ്വകാര്യ സ്വത്ത് കാരണം എന്താണ്, ഒരു വ്യക്തിക്ക് എത്ര ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ഇന്ത്യയുടെ പോലും കാഴ്ചപ്പാടല്ല. ഒരു വിശ്വാസിക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, പക്ഷേ ചില കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിലായിരിക്കണം സമ്പാദിക്കുന്നതും ചിലവഴിക്കുന്നതും, അതിൽ നിന്ന് മറ്റുള്ളവർക്കുള്ള അവകാശം കൈമാറുന്നതും. ഈ കാര്യങ്ങളുള്ളൂ. അയാൾ എത്ര സമ്പാദിച്ചുള്ളത് എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയായിട്ടൊരിക്കലും കണക്കാക്കപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ ഇസ്ലാമിന് അന്യമായ ഒരാശയത്തെ ഇസ്ലാമിൻ്റെ ശരീരവുമായിട്ട് വെച്ചു കെട്ടുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇവിടെ എനിക്ക് ആകെ തോന്നിയൊരു തമാശ എന്തെന്ന് വെച്ചാൽ, ഈ സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയൊക്കെ ഏതാണ്ട് സമീകരിച്ച് ഇസ്ലാമുമായിട്ട് ആദ്യം കൂട്ടിക്കെട്ടാൻ ശ്രമിച്ച വ്യക്തി മൗദൂദി സാഹിബാണ്. അപ്പോൾ ആ മൗദൂദി സാഹിബുമായിട്ട് തെറ്റിയപ്പോൾ അപ്പുറത്തേക്കൊക്കെ പോകാനിടയിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ സുഖിക്കാവുന്ന, രസിക്കാവുന്ന ഒരു കമൻ്റ് എന്ന് മാത്രമേ ഇതിനൊക്കെ തോന്നുള്ളൂ. പക്ഷെ എന്തായാലും ഒറ്റ വാചകമേ പറയാനുള്ളൂ, ഈ രാഷ്ട്രീയക്കാരായ ആളുകൾ, നേതാക്കളായ ആളുകൾ മഹോന്നതരായ വ്യക്തികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമൻറ്റുകൾ നടത്തുമ്പോൾ അവരെ ഇത്തരത്തിൽ തുല്യപ്പെടുത്താനോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് കൃത്യമായും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടു മാത്രമേ അത് ചെയ്യാവൂ. കാരണം കൊക്കിന് വെച്ചത് കൊളക്കോഴിക്ക് കൊള്ളുമെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ അത് വലിയ പിന്നെ തിരുത്തേണ്ടി വരും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എൻ്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്നൊക്കെ പിന്നെ ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയേണ്ടി വരും. ഇതിലെ കാര്യത്തിൽ എന്തായാലും മുഖ്യമന്ത്രി അതിൻ്റെ ഒരു വിവക്ഷ എന്തായിരുന്നുവെന്ന് കൃത്യമായിട്ട് പറയേണ്ടതൊരാവശ്യമാണ് എന്നുകൂടെയാണ് പറഞ്ഞ നിലയിൽ. നാളെ ഇത് തെറ്റിദ്ധരിക്കപ്പെടും, ഇത് കോട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അത് പോകും.
അതായത് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന വാക്കുകൾ മിസ്ലീഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത് തന്നെ. മുജീബ്, യഥാർത്ഥത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ എന്താർത്ഥത്തിലായിരിക്കും യഥാർത്ഥത്തിൽ അവരതിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇപ്പോൾ ഇതിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇസ്ലാമിസ്റ്റുകളുടെ ചില സാഹിത്യങ്ങൾ വായിച്ചുകൊണ്ടുള്ള ഒരു അറിവാണ്. അത് സമീകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് സമീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ മൗദൂദിസ്റ്റുകളാണ്. അപ്പോൾ അതെന്നാൽ ഇപ്പോൾ ഇതിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പല വിമർശനങ്ങളും ബൂർഷ അങ്ങനെയാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ശരിക്കും ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് തന്നെ ശരിക്കും നിർവചിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിലൊന്ന് പ്രാകൃത കമ്മ്യൂണിസം പറയുന്നുണ്ട്. അതേപോലെ തന്നെ കൃഷി തുടങ്ങിയപ്പോൾ അതിൽ സ്ലാവറി, അതിൽ അടിമത്തം പറയുന്നുണ്ട്. പിന്നെ ഫ്യൂഡലിസം പറയുന്നുണ്ട്. പിന്നെ അടുത്തതിൽ പറയുന്ന സംഗതിയാണ് പിന്നെ മുതലാളിത്തം പറയുന്നുണ്ട്. പ്രിമിറ്റീവ് സോഷ്യലിസം. പിന്നെ അടുത്ത് പറയുന്നതാണ് സോഷ്യലിസം. ഈ സോഷ്യലിസത്തിൻ്റെ തന്നെ പറയുന്ന ചില മുതലാളിത്തത്തെ തകർത്ത് അവരെ അട്ടിമറിച്ചുകൊണ്ട് തൊഴിലാളി വർഗം സർവാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് സോഷ്യലിസത്തിൻ്റെ ഡെഫിനിഷൻ ആ രംഗത്ത് വിശദീകരിക്കപ്പെടുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ കാര്യമായിട്ട് പറയണത് സാമ്പത്തിക സമത്വം, അതുപോലെ പിന്നെ വർഗസമത്വം കാര്യങ്ങളൊക്കെയാണ് സോഷ്യലിസം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളായിട്ട് പറയണത്. അതിൽ പിന്നെ അതിൻ്റെ ഒരു വിശദീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉള്ള ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അധ്വാനത്തിനനുസരിച്ച് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. അതായത് ഈ സ്വകാര്യവൽക്കരണം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് പബ്ലിക്കാക്കുക എന്നുള്ളതാണ്, പ്രോപ്പർട്ടി പബ്ലിക്കാക്കുക എന്നുള്ളതാണ്. അത് എത്രമാത്രം അസമത്വം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത് സംശയമില്ല. ഈ സോഷ്യലിസത്തിൻ്റെ വിമർശനങ്ങൾ പറയുന്നിടത്ത് തന്നെ ശരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ അഴിമതി പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളുടെ കയ്യിലേക്ക് ഈ സമ്പത്ത് ഒതുങ്ങുന്ന ഒരവസ്ഥ പറയുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഫാൾട്ടുകൾ എടുത്ത് നോക്കിയാൽ വലിയ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് സോഷ്യലിസത്തെ കാണുന്നത്. യഥാർത്ഥത്തിൽ അതിനോടാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീകരിച്ച് പറയുന്നതിൽ യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ വേദനിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി സാമൂഹ്യ കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ ആ വഹി അനുസരിച്ച് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്ന ആ ഒരു മാർഗദർശനത്തിൽ നമുക്ക് കൃത്യമായ ഒരു സാമൂഹ്യ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ പറ്റും. ഒരു സാമ്പത്തികമായ അതിൻ്റെ ക്രയവിക്രയം എങ്ങനെ എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. രാഷ്ട്രം എങ്ങനെ നിലനിൽക്കുന്നതിനെക്കുറിച്ച്, കുടുംബം, വ്യക്തി, എല്ലാ തലങ്ങളും സ്പർശിച്ചു കൊണ്ടുള്ള ഒരു ദൈവികമായിട്ടുള്ളൊരു നിയമനിഷ്ഠയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു കൊടുത്തത്. റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ ചില വാചകങ്ങൾ തന്നെയുണ്ട്. ചില റസൂലുള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട്, ഒന്ന് നദീർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. അതുപോലെ ബഷീർ എന്നത് മറ്റൊരു പേരാണ്. നദീർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകാനാണ്. അതായത് ഈ ജീവിതത്തിന് ശേഷം ഒരു പരലോകമുണ്ട്. ആ പരലോകത്ത് തിന്മ ചെയ്തവർക്ക് വേണ്ടി ഭയാനകമായ നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വഖൂദുഹന്നാസു വൽ ഹിജാറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങളുണ്ട്. ആ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ ഇന്ന കാരണങ്ങളാണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ച് അതിന് താക്കീത് നൽകുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മഹാനായ ഒരു വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ സ്വർഗ്ഗമുണ്ട്. സുഹൃതം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, യഥാർത്ഥ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകത്ത് അവർക്ക് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമായിട്ട് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹിനെ ബഷീർ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഖുർആനിൻ്റെയോ അതുപോലെ റസൂലുള്ളാഹിൻ്റെ വാക്കുകളിലോ എവിടെയും ഈ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സംഗതിയെ പരാമർശിച്ചതായി കാണാൻ സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഇത് റിസാലത്ത് എന്ന് പറയുന്നത്. ആ റിസാലത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറയുന്നുണ്ടല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ട് ആണ് പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചത് എന്ന് അള്ളാഹു പറയുമ്പോൾ ആ കാരുണ്യം എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേവലം ഒരു സാമ്പത്തിക സമത്വം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ റസൂലുള്ളാഹിനെ സമീകരിക്കുന്നത് ഒരു വലിയൊരു അപരാധമായിട്ട് തന്നെയാണ് തോന്നിയത്. ഒരു പക്ഷേ മുഖ്യമന്ത്രി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൗദൂദിസ്റ്റുകളുടെയൊക്കെ സാഹിത്യം വായിച്ചുകൊണ്ടുള്ള ഒരു വിവരമായിരിക്കാം അത്. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. ഒരൊറ്റ ആഡിങ് എന്താ വെച്ചാൽ, ഈ പലപ്പോഴും ഈ സമത്വം എന്നതിനേക്കാൾ ഇസ്ലാം കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് നീതിയാണ്.
അത് സാമൂഹ്യ നീതിയാണെങ്കിലും സാമ്പത്തിക നീതിയാണെങ്കിലും ഒക്കെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വീകാര്യമായ മാതൃകകളാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് പകരം വയ്ക്കാവുന്നതല്ല സമത്വമെന്ന ആശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പദപ്രയോഗങ്ങളിൽ പോലും ഒരു അവ്യക്തതയാണ് ഉള്ളത്. അലൈഹിസ്സല്ലമയുടെ ഈ ആശയം യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിൻ്റെ ജീവിതം മൈന്യൂട്ടായിട്ട് പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഏത് പ്രത്യയശാസ്ത്രക്കാരാണെങ്കിലും യഥാർത്ഥത്തിൽ അത് വലിയ നന്മയുടെ ഏറ്റവും ഉദാത്ത മാതൃകയായിട്ട് അവർക്ക് തോന്നും. അതുകൊണ്ടാണ് അവർ ഇഷ്ടപ്പെടുന്ന ദർശനത്തോട് ചേർത്ത് വായിക്കുന്നത് എന്നാണ് അതിൽ ചേർത്ത് പറയാനുള്ളത്.